18ാമത്തെ വയസ്സിൽ ഓട്ടോ ഓടിച്ചുകൊണ്ട് കുടുംബം നോക്കുന്ന ഒരു പെൺകുട്ടി. ഇന്നലെ വരാപ്പുഴയിൽ നിന്ന് മഞ്ഞുമലയ്ക്കുള്ള യാത്രക്കിടെയാണ് ഞാൻ ഈ കുട്ടിയെ പരിചയപ്പെട്ടത്. പകൽ സമയങ്ങളിൽ പഠിക്കാൻ പോവുകയും രാത്രി ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഹായ് വൈറൽ ഗേൾ, എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ചായല്ലോ കണ്ടിട്ട്. വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണാനേ കിട്ടിയില്ല. എങ്ങനെയുണ്ട് വീഡിയോ ഇട്ടതിന് ശേഷം? വീഡിയോ ഇട്ടതിന് ശേഷം നന്നായിട്ട് കേറി പിടിച്ച് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. സന്തോഷമായ? പിന്നെ പരമ സന്തോഷം എന്ന് പറയാ. അതെ, എനിക്ക് കുട്ടിയുടെ വണ്ടിയുടെ ഒരു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ ഞാൻ. ഓക്കെ, നമ്മുടെ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാർ വണ്ടി ഭ്രാന്തന്മാരാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ ഒരു EV മോഡൽ എടുക്കാനുള്ള കാരണം? EV എടുക്കാന്ന് വെച്ചാൽ ഈ ഡീസലും പെട്രോളൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ളതുകൊണ്ട് പെട്രോൾ അടിക്കാൻ ഭയങ്കര പണിയാണ്. ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് തന്നെയാണ്. കാരണം പൊല്യൂഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറവായിരിക്കും ഇലക്ട്രിക് എടുത്തു കഴിഞ്ഞാല്. പിന്നെ നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആണ്. കാരണം മെയിൻ്റെനൻസ് കോസ്റ്റ് ആണെങ്കിലും ഒക്കെ അത്യാവശ്യം സുഖമായിട്ട് ഏകദേശം എത്ര മണിക്കൂർ ചാർജ് കുത്തി വന്നു? ഇത് വീട്ടിലാണ് 4 മണിക്കൂർ. 4 മണിക്കൂർ അല്ലേ? അപ്പൊ അതൊരു പണിയാണ്. അത് കുറച്ച് പണിയാണ്. കാരണം നമ്മൾ ഒരു 20 എത്തണ മുമ്പ് വീട്ടിൽ ഇങ്ങനെയെങ്കിലും എത്തണം, അല്ലെങ്കിൽ പണി കിട്ടും. പുറത്ത് ചാർജിങ് സ്റ്റേഷനിലൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ അതൊരു അരമണിക്കൂർ മണിക്കൂർ അതിനുള്ളിൽ. അപ്പൊ ഇനിയിപ്പോ ഉള്ള കാലഘട്ടത്തിൽ കുറച്ചും കൂടി എന്താ പറയാ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഒക്കെ വരണുണ്ട് എന്നറിയാൻ സാധിക്കും. വണ്ടിക്ക് എന്താണ് ഒരു മാറ്റം? ഞാൻ ചെറുതായിട്ട് പണിതായിരുന്നു. ഞാൻ തന്നെ പണിത്. അത് ശരി, എല്ലാ പണിയും നമ്മൾ തന്നെയാണ്. KNK ഓട്ടോമൊബൈലാണ്. പാർക്കിംഗ് അസിസ്റ്റന്റ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, എക്കോ, ഡ്രൈവ്, പവർ. അങ്ങനെ മോഡുകളാണല്ലേ? മോഡുകളാണ്. ഇതിനകത്ത് പിന്നെ ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ കുറെ വന്നിരുന്നെങ്കിൽ നല്ല ഉപകാരമായിരുന്നു. നമ്മുടെ സിറ്റീസിൽ മെയിൻ മാത്രമേ ഉണ്ടാവാ. ലുലുലു അങ്ങനത്തെ ഷോപ്പിംഗ് മാൾസിലൊക്കെ കുറെ ഉണ്ട്. നമ്മളിപ്പോ ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ അവിടെയും നമുക്ക് ചാർജ് ചെയ്യാനിടാം. അങ്ങനെ കുറെ ഒക്കെ സൗകര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതെ അതെ, ലുലുവിലൊക്കെ ഞാൻ കണ്ടു. പെട്രോൾ പമ്പിലും ഉണ്ടെങ്കിൽ നല്ലായിരുന്നു അല്ലേ? അപ്പോ അത് ബെറ്റർ ഒരു ഐഡിയ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ഐഡിയയും കൂടി ആയിട്ട് പറയാം അല്ലേ? ഭാവിയിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് ആൾക്കാർ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നടക്കും എന്നാണ് തോന്നുന്നത്. കുട്ടിക്ക് തോന്നുന്നുണ്ടോ? അല്ലെ? അപ്പോ പുതിയ ഇലക്ട്രിക് യുഗത്തില് എത്ര പെട്ടെന്ന് നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ പറ്റുമോ അത് നടക്കും. അതുപോലെ തന്നെ എന്താ പറയാ, ഇതിൽ വരുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷനുകളിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളെ കുറിച്ചും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയുള്ള വീഡിയോകളിലൊക്കെ അത് എത്തിക്കാം. അപ്പൊ താങ്ക് യു അലീഷ.